Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. ഇവിടെ ഞങ്ങൾക്ക് സാറ്റർഡേ അതായത് 1st of August പെരുന്നാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ കുറച്ച് ഈദ് സെലിബ്രേഷനും പിന്നെ ഒരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എന്നത്തിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മീൻ പത്തിരിയാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഡിഷ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെമ്മീനെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് ഞാൻ 3 ടൈപ്പ് അരി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1 കപ്പ് പച്ചരി, അതുപോലെ 1 കപ്പ് ജീരകശാല അരി, നമ്മൾ ഗീ റൈസിനൊക്കെ യൂസ് ചെയ്യുന്ന അരി, പിന്നെ ഒരു 1/4 കപ്പ് നമ്മൾ സാധാ ചോറിൻ്റെ അരി. അപ്പോൾ അത്രയും നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ 2 ടൈപ്പ് ജീരകം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകവും. ഇനി നമ്മളിത് തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം കുറച്ചൊഴിച്ചിട്ടൊന്ന് അരച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് നോക്കുമ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊന്ന് ലൂസാക്കാം. അതിന് വേണ്ടി കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഡീപ്പ് ഫ്രൈൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അത് വെളിച്ചെണ്ണയിലായിരിക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെമ്മീനായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. അധിക നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ ഫ്രൈ ചെയ്ത് അതേ ഓയിലിലേക്ക് തന്നെ നമുക്കൊരു സവോള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലപ്പൊടികളൊന്നും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റീമറിലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു റൗണ്ട് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലെ പ്രോൺസ് മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൽ കൂടുതൽ പാടില്ല. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്നിട്ട് വീണ്ടും ഇതുപോലെ ബാറ്ററും അതുപോലെ തന്നെ മസാലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ മാവും അതുപോലെ മസാലയും തീരുന്നത് വരെ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ മാവാണ് ഒഴിക്കേണ്ടത്.
ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സിന് ശേഷം ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യാം, ഇത് കുക്ക് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റും. സ്ക്യൂവറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഇത് നന്നായി ചൂട് പോയതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി, അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, കാരണം ഇതിൽ നമുക്ക് അധികം ഫ്രൈയിങ്ങോ അങ്ങനെ മൈദ യൂസോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകുന്നതെന്ന്. ആക്ച്വലി ഇന്നിപ്പോൾ ഇവിടെ ലഞ്ചിൻ്റെ കുക്കിംഗ് ഒന്നുമില്ല. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ഈദ് ലഞ്ച്. നമ്മളെല്ലാവരും പോയിട്ട് അവിടെ ഒരുമിച്ച് കുക്ക് ചെയ്യാണ്. അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 9:30 ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഒരു ഹൗസിംഗ് സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ്. അധികം സിംഗിൾ സ്റ്റോറി വീടുകളാണ് അധികവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഗേറ്റുകളൊന്നും വളരെ കുറവാണ് ഓരോ വീടിനും. അധികം ഫെൻസിങ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി മോൾ ഉറങ്ങിയിരുന്നു, നേരത്തെ എണീറ്റത് കൊണ്ട് അവൾ ഉറങ്ങുന്ന ടൈമായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഓൾറെഡി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരക്കിട്ട് ബിരിയാണി പ്രിപ്പറേഷനിലാണ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പം നമ്മളിതുപോലെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാൻ ട്രൈ ചെയ്യും എപ്പോഴും. അപ്പോൾ ഇതവിടെ ബിരിയാണീൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ബീഫും കൂടെ റെഡിയാവുന്നുണ്ട്. ഇവിടെ സാലഡിൻ്റെ പ്രിപ്പറേഷനാണ്. തക്കാളി, മല്ലിയില അതുപോലെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് നമ്മൾ ദം ഇടുന്നത്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാർട്ടായ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുന്ന ടൈമാണിപ്പോൾ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഈദ് ലഞ്ചിൻ്റെ മെനു. സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ബീഫ് വരട്ടിയത്, പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ബട്ടർ സ്കോച്ച് പുഡിംഗ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ മുകളിൽ കാർട്ടിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് പുഡിംഗ് ട്രൈ ചെയ്യണേ.
ഇപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈദ് പോലത്തെ സെലിബ്രേഷൻസ് വരുമ്പോഴാവും നമ്മൾ നാട്ടിലത്തെ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പുറത്തുള്ളവർക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരെയും നമ്മൾ ഇങ്ങനത്തെ ഒക്കേഷൻസിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.